ഹായ് ആയുർഫിക് ക്ലീറ്റസ് ആണ്. നമ്മളെ ഈ ചെറിയ തൈകളുണ്ടല്ലോ, നമ്മളെപ്പോഴും കൊറിയർ അയക്കാൻ സൗകര്യത്തിന് ചെറിയ തൈകളാണ് നല്ലത്. ഈ തൈകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടായി കിട്ടുന്ന തൈകളാണ്. അപ്പോൾ അത് നമുക്ക് നടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചട്ടിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് കോക്കോ ചിപ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാ തൈകളും നടുന്നത്. പ്രത്യേകിച്ച് ഫിഗിന് ഏറ്റവും ബെസ്റ്റ് ഒരു പോട്ടിംഗ് മീഡിയമാണ് ഈ കോക്കോ ചിപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചകിരിയുടെ കഷ്ണങ്ങളാണത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാ തൈകളും ഞാൻ നട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വേര് അതിൽ വന്നിരിക്കുന്നതാണ്. ആ ചെറിയ കവറിൽ വെച്ചുള്ള തൈയിൽ ഇതുപോലെ വേര് വന്നിട്ടുണ്ടാവും. കാരണം ഈ കോക്കോ ചിപ്സിൽ വേര് നല്ലപോലെ ഓടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് തോന്നിട്ട് അത്തിക്ക്. അപ്പോൾ അങ്ങനത്തെ തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഏറ്റവും ചെറിയ തൈയായിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചട്ടിയിൽ ആദ്യം കുറച്ച് കോക്കോ ചിപ്സ് അടിയിലിടുക. അതിന് ശേഷം കവറ് ശ്രദ്ധിച്ച് കയറണം. വലിയ ഇളക്കൊന്നും തട്ടാതെ നമ്മൾ ആ വേരൊന്നും പൊട്ടാതെ, കാരണം നൈസ് വേരായിരിക്കും. അപ്പോൾ നൈസ് വേരാകുമ്പോൾ നമ്മളത് ഇന്ന് വലിച്ചെടുക്കുക പറിച്ചെടുക്കുക ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ നല്ലൊരു ബ്ലേഡ് വെച്ചിട്ട് നമ്മളത് കീറുക. ആ കവർ കീറിയിട്ട് നമ്മൾ ചട്ടിയിൽ ആദ്യം കുറച്ച് കോക്കോ ചിപ്സ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കവറിൽ നിന്ന് എടുത്ത തയ്യെ നമ്മൾ പതുക്കെ ഈ ചട്ടിയിലേക്ക് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിക്കുകയാണ്. ഒറ്റ കൈയിൽ പിടിച്ചിട്ടുള്ളൊരു അഭ്യാസമാണ്, ഫോൺ മറ്റേ കയ്യിൽ വെച്ചിട്ടുള്ളൊരു അഭ്യാസമാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേരിനൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ചകിരിയുടെ ചിപ്സ്, കോക്കോ ചിപ്സ് ഉണ്ടല്ലോ, ആ ചിപ്സ് നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മൾ എന്നിട്ട് ആ സാധാരണ മണ്ണിൽ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടി നല്ല പോലെ ഇങ്ങനെ പിടിച്ച് അമർത്തും. ആ മണ്ണിലിങ്ങനെ ഉറയ്ക്കാനായിട്ട് അമർത്തി വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് വേരാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്യാനേ പാടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. വേണമെങ്കിൽ ചട്ടിയുടെ സൈഡിൽ ഏറ്റവും എൻഡിലായിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്താം. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ നല്ലത്. നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ അത് സേഫ് അല്ല. അപ്പോൾ നമ്മളത് ചെയ്യണ്ട. നമ്മളിങ്ങനെ എല്ലാം ഫുള്ള് ടോപ്പ് വരെ നമ്മൾ ഈ കോക്കോ ചിപ്സ് നിറച്ചിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അവസാനം നമ്മൾ ചെയ്യേണ്ടത് സാഫ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 ഗ്രാമോ ഒരു 5 ഗ്രാം വരെ ആയാലും കുഴപ്പമില്ല, വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണലത്ത് വെക്കുക. നല്ല പോലെ വേര് ആ ചട്ടിയിൽ വന്ന് ചെടിയുടെ നല്ല ഗ്രോത്ത് കാണാൻ പറ്റും. നമ്മൾ മണ്ണിലൊക്കെ വയ്ക്കണേക്കാട്ടും ഡബിൾ സ്പീഡിൽ ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണുകയും ചെയ്യാം, നമുക്ക് അതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് അവലംബിച്ചിട്ടുള്ള മെത്തേഡ്. എല്ലാ അത്തികൾക്കും ഞാൻ കോക്കോ ചിപ്സാണ് യൂസ് ചെയ്യണത്. താങ്ക് യു.